അതേപോലെ ഇനി മറ്റൊരു വിഷയം, ഈ സ്ത്രീകളുടെ സ്വത്തവകാശം സംബന്ധിച്ചിട്ട് അവർക്ക് ഈക്വാലിറ്റി കൊണ്ടുവരണം. ആണിനും പെണ്ണിനും സ്വത്തവകാശം കിട്ടുമ്പോൾ അത് തുല്യ അവകാശമാണ് ഉണ്ടാകേണ്ടത് എന്നത് ഒരു ഹ്യൂമനിസ്റ്റിക് വ്യൂ പോയിന്റിൽ നമുക്ക് പറയുമ്പോൾ അതിനെ എതിർക്കുന്നതാരാ? മതമല്ലേ? അങ്ങനെ നിങ്ങൾ ഏത് വിഷയം എടുക്കുക, അവിടെ ഒരു മതത്തിൻ്റെ ഒരു ആംഗിൾ അവിടെ കടന്നു വരിക, അല്ലെങ്കിൽ പുരുഷാധിപത്യം കടന്നു വരുന്ന ഒരു സംഗതി ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ എടുത്തു നോക്കുക. അവിടെയും ആ പുരുഷാധിപത്യം ആ സമൂഹം പുരുഷന് കൽപ്പിച്ചു കൊടുക്കുന്നത് മതത്തിൻ്റെ കൈകളാലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എല്ലായിടത്തും നമുക്ക് മതത്തിൻ്റെ ഒരു അടിത്തട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ മതം അവിടെ കിടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതിനെയാണെങ്കിൽ ആരും ചോദ്യം ചെയ്യല്ല. ചോദ്യം ചെയ്താൽ അവിടെ നേരത്തെ പറഞ്ഞ പോലെ മതനിന്ദ എന്ന് പറയുന്ന സാധനം ഉമ്മാക്കി കാണിച്ച് നമ്മളെ പേടിപ്പിച്ച് മിണ്ടരുതെന്ന് പറയും. ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സമൂഹത്തിൽ എവിടെ എങ്ങോട്ട് തിരിഞ്ഞു നോക്കിയാൽ ഏത് വിഷയം എടുത്തു കഴിഞ്ഞാലും അവിടെ നമ്മൾക്ക് മതം അവിടെ നിറഞ്ഞു നിൽക്കുന്നത് കാണാൻ കഴിയും, തടസ്സം സൃഷ്ടിക്കുന്നത് കാണാൻ കഴിയും. അങ്ങനെ ഒരു കാര്യം അവിടെ ഉള്ളതുകൊണ്ടാണ് നമുക്ക് മതവിമർശനം എന്ന് പറയുന്നത് പറയേണ്ടി വരുന്നതും. കാൾ മാർക്സ് തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളൊരു വിമർശനം എന്തെങ്കിലുമൊക്കെ ക്രിട്ടിസൈസ് ചെയ്ത് തുടങ്ങണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കണമെങ്കിൽ മതവിമർശനത്തിൽ നിന്ന് തുടങ്ങണമെന്നാണ് കാൾ മാർക്സ് പോലും പറഞ്ഞത്. കാൾ മാർക്സിൻ്റെ കയ്യിൽ നിന്ന് ആകെ കൂടി ഞാൻ എടുത്തിരിക്കുന്ന സാധനം അതാണ്, വേറെ ഒന്നും എടുത്തിട്ടില്ല. ഇതാണ് ഒരു യാഥാർത്ഥ്യം. ഇനി അങ്ങനെ ഒരു കൂട്ടം മതങ്ങൾ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെക്കുന്നു നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞ് ഓരോ വിഷയവും നമ്മൾ എടുത്തു കഴിയുമ്പോൾ അവിടെ ഏത് മതം വന്നാലും നമ്മൾ വിമർശിക്കാൻ തയ്യാറാണ്. പക്ഷെ വീട്ടിൽ വിരുന്ന് വന്നാൽ കോഴിക്ക് കിടക്കപ്പൊറുതി ഇല്ല എന്ന് പറഞ്ഞ പോലെയാണ് ഇസ്ലാമിൻ്റെ അവസ്ഥ. നാട്ടിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും ഇസ്ലാമിനാണ് കിടക്കപ്പൊറുതി ഇല്ലാത്തത്. അവരാണ് ഇതുപോലെ നിയമം എടുത്തുകൊണ്ട്, ശരിയ നിയമം എടുത്തുകൊണ്ട്, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഈ കഴിഞ്ഞ 2022 മാത്രം നമ്മൾ സംസാരിച്ച വിഷയങ്ങൾ എടുക്കുക. ഇസ്ലാം അല്ലാതെ വേറെ ഏതെങ്കിലും മതം അവിടെ കടന്നു വന്നോന്ന് നമ്മൾ നോക്കാം. ഒരു മതം കടന്നു വന്നിട്ടുണ്ട്, നാർക്കോട്ടിക് ജിഹാദ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ക്രിസ്ത്യൻ വിഭാഗം കടന്നു വന്നിട്ടുണ്ട്. അതിലൊന്നും ഒരു കഴമ്പുമില്ല എന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് അത് തൽക്കാലം തള്ളിക്കളഞ്ഞു. പക്ഷേ ഗൗരവമുള്ള വിഷയം ഹോമോഫോബിയ, LGBTQ റൈറ്റ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അവിടെ ഏത് മതമാണ് തടസ്സം സൃഷ്ടിച്ചത്? അത് ഹോമോഫോബിയ എന്ന് പറയുന്നത്, അതായത് ഭിന്നലിംഗക്കാരുടെ അവകാശങ്ങൾ അത് നമ്മൾ അനുവദിക്കാൻ പാടില്ല, അവർ കുഴപ്പക്കാരാണ് എന്ന ആശയം സമൂഹത്തിൽ നോർമലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള തരം വാദങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് അവരുടെ ജീവൻ പോലും സൃഷ്ടിക്കുന്ന രീതിയിൽ, അപകടത്തിലാക്കുന്ന രീതിയിൽ ഇവിടെ നിലകൊണ്ടത് ഏത് മതമാണ്? നമ്മൾ കണ്ടു സൗദി അറേബ്യയിൽ കളിപ്പാട്ടങ്ങൾക്ക് മഴവില്ലിൻ്റെ കളറുള്ള കളിപ്പാട്ടം പോലും കടയിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോയി നശിപ്പിക്കുന്ന അവസ്ഥ വരെ നമുക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞു. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. ഇതാണ് സമൂഹത്തിൽ നിലനിൽക്കുന്ന അവസ്ഥ. അപ്പോൾ ഏത് വിഷയം എടുത്തു കഴിഞ്ഞാലും മതം അവിടെ ഒരു പ്രശ്നക്കാരൻ്റെ റോളിൽ, ഒരു വില്ലൻ്റെ റോളിൽ അവിടെ ഉണ്ട്. ഒരു ചെറിയ കാര്യം കൂടി പറഞ്ഞ് നമുക്ക് മുന്നോട്ട് പോകാം. അത് ധാർമ്മികത എന്ന് പറയുന്ന ഒരു വിഷയം. ധാർമ്മികത മതമില്ലെങ്കിൽ ഇല്ല. മതങ്ങളാണ് ധാർമ്മികതയൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ അളന്നു മുറിച്ച് തരുന്നത്, നിങ്ങൾക്ക് കിലോ കണക്കിനും ചില്ലറയായും മൊത്തമായും കൊടുക്കപ്പെടും എന്ന് പറഞ്ഞ മാതിരി കൊടുക്കുന്നത് എന്ന് അവകാശപ്പെട്ട് നടക്കുന്ന ആളുകളാണ് മതത്തിൻ്റെ വക്താക്കൾ. അവരെ സംബന്ധിച്ചിടത്തോളം ധാർമ്മികത എന്ന് പറയുമ്പോൾ രണ്ട് കാര്യമാണ്. ഒന്ന് കള്ള്, രണ്ട് പെണ്ണ്. ഇതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ധാർമ്മികത അവർക്കില്ല. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഇന്നറിയാം, ഇപ്പോൾ ഒരു ചെറിയൊരു വിഷയം ശബ്ദ മലിനീകരണം നമ്മൾ എടുക്കുക. അതിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ഓരോ ലൊക്കാലിറ്റിയിൽ റെസിഡൻഷ്യൽ പോക്കറ്റിലായിക്കോട്ടെ, അല്ലെങ്കിൽ ബിസിനസ് ഏരിയ, അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റി നടക്കുന്ന ഏരിയ, അങ്ങനെ ഓരോ സ്ഥലങ്ങൾ വേർതിരിച്ചിട്ട് അവിടെ എത്രമാത്രം ശബ്ദം അത് അനുവദനീയമാണെന്നുള്ള തോത് നിശ്ചയിച്ച് കൊടുത്തിട്ടുണ്ട് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്. അങ്ങനെയുള്ള ഒരു സ്ഥിതി ഇവിടെ ഉണ്ടായിരിക്കെ ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ, അതായത് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു ഏരിയയിൽ 55 ഡെസിബൽ എന്ന് പറയുന്ന ഒരു നോയ്സാണ് അനുവദനീയം എന്ന് പറയുമ്പോൾ ഒരു ബാങ്ക് അവിടെ കൊടുക്കുന്നത് അത് 80 ഡെസിബലിൽ 90 ഡെസിബലിലാണ്. അത് ഒരു പള്ളിയിൽ നിന്നാണോ, ഒരു അമ്പലത്തിൽ നിന്നാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തു നിന്നാണോ അത് ചെയ്യുന്നത്? കഴിഞ്ഞ ദിവസം ഒരു കോടതി ഒരു നിരീക്ഷണം തന്നെ നടത്തി. 5 കിലോമീറ്റർ പരിധിക്കുള്ളിൽ 36 പള്ളികളാണ്, മുസ്ലിം പള്ളികളാണ്. ഇനി എല്ലാ പള്ളി പണിയണം എന്നുള്ളത് ശരിയാണ്, നിങ്ങൾക്ക് ആരാധനാലയം വേണം, പക്ഷേ അതെല്ലാ മുക്കുമൂലയിലും വേണമെന്ന് ഖുറാനിൽ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് ഹർജിക്കാരനെ കോടതി ഓടിച്ചത്.
ശരിയല്ലേ? എത്ര പള്ളി വേണം? അവിടെ ഉണ്ടാക്കുന്ന ശബ്ദമലിനീകരണം എത്രത്തോളം? ഇത് ഒരു ശബ്ദമലിനീകരണമാണ്, അതൊരു അധാർമികത ആണ് എന്ന് മനസ്സിലാക്കിയിട്ട് ഏതെങ്കിലും മതം സ്വമേധയാ പിൻവലിഞ്ഞിട്ടുണ്ടോ? പോട്ടെ, ഫീമെയിൽ ജെനിറ്റൽ മ്യൂട്ടിലേഷൻ എടുക്കുക, സ്ത്രീകളുടെ ചേലാക്രമം ഇന്ന് ലോകത്ത് വലിയ പ്രശ്നമായിട്ട് നിലകൊള്ളുന്ന ഒരു കാര്യമാണ്. ആണുങ്ങളുടേത് പിന്നെ പോട്ടെ, ചോദിക്കാനും പറയാൻ ആരില്ലാത്ത അവസ്ഥയാണ്. സ്ത്രീകളുടേത് നിങ്ങൾ ആലോചിക്കുക, ഒരു മെഡിക്കൽ പ്രൊസീജിയർ പോലുമല്ല. ആണുങ്ങളുടേത് ഒരു മെഡിക്കൽ പ്രൊസീജിയർ ആണെന്നെങ്കിലും പറയാം, അത് നോൺ മെഡിക്കൽ ആവശ്യത്തിന് ചെയ്യുന്നു, അതൊരു ദുരുപയോഗമായിട്ടാണെന്ന് നമ്മളതിനെ കണക്കാക്കുന്നത്. പക്ഷേ സ്ത്രീകളുടെ ചേലാക്രമം എന്ന് പറയുന്നത് അതൊരു മെഡിക്കൽ പ്രൊസീജിയർ പോലും അല്ല എന്നിരിക്കെ അത് ഇന്നും ലോകത്ത് നടക്കപ്പെടുന്നു. 200 മില്യൺ സ്ത്രീകളാണ് അതിന് വിധേയരാക്കപ്പെട്ടിരിക്കുന്നത്. കോവിഡിൻ്റെ സമയത്ത് അത് കൂടുതൽ വർദ്ധിച്ചു എന്നൊക്കെയുള്ളതാണ് കണക്കുകൾ പറയുന്നത്. ഏതെങ്കിലും മതം അത് ശരിയല്ല എന്ന് മനസ്സിലാക്കിയിട്ട് സ്വമേധയാ പിൻവലിഞ്ഞിട്ടുണ്ടോ? അവരുടെ ധാർമ്മിക ബോധത്തിൽ അത് എവിടെയെങ്കിലും കടന്നു വന്നിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ അവരുടെ ധാർമ്മികത എന്ന് പറയുന്നത് ദൈവം പറഞ്ഞാൽ അത് ശരി, ദൈവം പറഞ്ഞാൽ അത് തെറ്റ്, അതല്ലാതെ അതിനപ്പുറത്തേക്ക് ശരിയോ തെറ്റോ എന്ന് സ്വയം മനസ്സിലാക്കി സമൂഹം കൽപ്പിച്ചു നൽകുന്ന അല്ലെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന് പോലും മനസ്സിലാക്കിയിട്ട് റോഡിൽ ഉത്സവം നടത്തുന്നതിൽ നിന്ന് പോലും പിന്മാറാൻ ഈ മതത്തിൻ്റെ വക്താക്കൾക്ക് സാധിക്കില്ല എന്നുള്ളതാണ് ഈ ധാർമ്മികത കൊണ്ട് നടക്കുന്ന ആളുകളുടെ ഒരു യഥാർത്ഥ ചിത്രം എന്നുള്ളത്. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുടെ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ ഈ മതവിമർശനത്തിലേക്ക് നമ്മൾ കിടക്കുന്നത്. ഇവിടെ ഈ സെപ്റ്റംബർ 11 9/11 എന്ന് പറയുന്ന സംഭവം അത് മാത്രം നമ്മൾ എടുത്തിട്ട് ഈ കാര്യത്തെ നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ സംഭവം ഒരു ഏകദേശ ധാരണ നിങ്ങൾക്ക് അറിയുമായിരിക്കും. എന്നാലും 4 എയ്റോപ്ലെയിൻസ് ആണ് അന്ന് റാഞ്ച് ചെയ്തത്, കൊമേഴ്ഷ്യൽ ഫ്ലൈറ്റ്സ്. 4 എണ്ണം റാഞ്ച് ചെയ്തിൽ ആദ്യത്തേത് കൊണ്ടുപോയി വേൾഡ് ട്രേഡ് സെൻറ്ററിൻ്റെ ഒരു നോർത്ത് ബ്ലോക്കിലിടിക്കുന്നു, പിന്നെ സൗത്ത് ബ്ലോക്കിലിടിക്കുന്നു. അത് കഴിഞ്ഞ് പെൻറ്റഗണിൻ്റെ ഒരു വശത്ത് കൊണ്ടുപോയി ചാർത്തുന്നു. പിന്നെ ഇതെല്ലാം അറിഞ്ഞിട്ട് 4ാമത്തെ ഫ്ലൈറ്റിനകത്തുള്ള ആളുകൾ ചെറുത്തുനിന്ന് ആ ഫ്ലൈറ്റ് ക്രാഷ് ചെയ്യുകയാണ് ചെയ്തത്. അതിലുള്ള എല്ലാ ആളുകളും മരണപ്പെട്ടു. അങ്ങനെ ഏതാണ്ട് 2977 ഇത്രയും ആളുകൾ കൊല്ലപ്പെട്ടു അന്ന് ഒറ്റ അപകടത്തിൽ. അതിൽ വേൾഡ് ട്രേഡ് സെൻറ്ററിനകത്ത് മാത്രം ഉണ്ടായിരുന്ന ആളുകൾ 2753 പേരാണ്. ഇത്ര ആളുകളാണ് അന്ന് ഒരു ദിവസം കൊല്ലപ്പെട്ടത്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച അൽ ഖൈദ എന്ന് പറയുന്ന ഭീകര സംഘടന എല്ലാവർക്കും അറിയുന്നതാണ്. ഒസാമ ബിൻ ലാദൻ ആയിരുന്നു അതിൻ്റെ പിന്നിലുണ്ടായിരുന്നത്. 19 ഹൈജാക്കേഴ്സാണ് അന്ന് ഈ പണി ഒപ്പിച്ചത്. അതിൽ 15 പേര് സൗദി അറേബ്യക്കാരാണ്. ഇതാണ് അതിൻ്റെ ഒരു ഏകദേശ കണക്ക് എന്ന് പറയുന്നത്. ഇതിൽ ചില ചിത്രങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരും. ഒരു ദ ഫോളിങ് മാൻ എന്ന് പറഞ്ഞിട്ട് ഒരാൾ വേൾഡ് ട്രേഡ് സെൻറ്ററിൻ്റെ മുകളിൽ നിന്ന് എടുത്ത് ചാടുന്നത് നിങ്ങൾ കണ്ടു കാണും. അദ്ദേഹം പിന്നീട് അറിയാൻ കഴിയുന്നത് ഇദ്ദേഹത്തിൻ്റെ പേര് ജൊനാഥൻ ബ്രീലി എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് ശ്വാസം മുട്ടായിരുന്നു. അപ്പോൾ പുക നിറഞ്ഞപ്പോൾ ഒന്നുകിൽ ശ്വാസം മുട്ടി മരിക്കുക, അല്ലെങ്കിൽ താഴെ വീണ് മരിക്കുക, കത്തിയാൻ വരും. അതിനേക്കാളും നല്ലത് ഇതായിരിക്കുമെന്ന് കരുതിയാവണം അദ്ദേഹം ചാടി അതിൻ്റെ മുകൾ നിലയിൽ നിന്ന്. അദ്ദേഹം വീഴുന്ന സമയത്ത് അത് ഫോട്ടോ എടുക്കുന്നു. അത് വലിയ വാർത്തകളിലും മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞ് പ്രസിദ്ധി ആർജിച്ചൊരു ചിത്രമാണ്. നിങ്ങളൊക്കെ കണ്ടു കാണും. ദ ഫോളിങ് മാൻ എന്നാണ് അതിന് ആ പേര് തന്നെ ഇട്ടിരിക്കുന്നത്. ഇങ്ങനെയൊക്കെയുള്ള സംഭവ വികാസങ്ങൾ, ഒരുപാട് ആളുകൾ മരണപ്പെടുന്നു, പലവിധം വിഷയങ്ങൾ. 19 പേരാണ് ഈ പ്രശ്നത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്ന് നമ്മൾ പറഞ്ഞു. 15 പേര് സൗദികളാണെന്ന് പറഞ്ഞു. ഇതിൽ പ്രധാനികളായിട്ട് നിന്നത് 2 വ്യക്തികളാണ്. ഈ 2 ആളുകൾ, ഇതിലൊരാളെ നിങ്ങൾക്കറിയാം, ചിത്രം കൊണ്ട് തന്നെ മാസ്റ്റർ മൈൻഡ്സ് എന്ന് നമുക്ക് വിളിക്കാം.